ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പഞ്ചാബി ബട്ടർ പനീർ മസാല റെസിപ്പി കണ്ടാലോ. വളരെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പനീർ ബട്ടറിലിട്ട് കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ അതുപോലെ ഈ കറിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എളുപ്പത്തിലും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഇത് മാറ്റും ബട്ടറിൽ നിന്ന്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് നോക്കാം. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി. ഇനി നമുക്ക് ഈ ബട്ടറിനകത്തോട്ട് തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് ഒന്ന് വഴറ്റി ചെറിയൊരു ഗോൾഡ് കളർ ആകുമ്പോഴേക്കും നമുക്കതിനകത്തോട്ടൊരു 10 കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കതിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. പിന്നെ ഇത് അരച്ചതിന് ശേഷം നമുക്കിത് പിന്നെ ബട്ടർ കുറച്ച് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അത് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഞാൻ വഴറ്റിയെടുത്ത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആ വെള്ളം നന്നായിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പനീർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് പനീറും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ധനിയാപ്പത്ത ഇട്ട് കൊടുക്കാം. നമ്മുടെ മല്ലിയില ഇതിനകത്തോട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.